നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് രണ്ടക്ക സംഖ്യകൾ തമ്മിലുള്ള ഗുണനമാണ്. ഹൗ ടു മൾട്ടിപ്ലൈ 2 ഡിജിറ്റ് നമ്പേഴ്സ്. അതിൽ 10 മുതൽ 99 വരെ. അപ്പോൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത് എല്ലാവർക്കും അറിയാം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു സംഖ്യ 10 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം മറ്റേ സംഖ്യയുടെ വലത്തെ സൈഡിൽ ഒരു 0 കൊടുത്താൽ മതി. അപ്പോൾ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ 12 × 10 ഈസ് ഈക്വൽ ടു എല്ലാവർക്കും പെട്ടെന്നറിയാം എന്താണ് 120. ഇത് വളരെ ഈസിയാണ്. പക്ഷേ 11, 12, 13, 20, 25, 30, 35, 38 അങ്ങനെയുള്ളതിലേക്ക് പോകുമ്പോഴത്തേക്കിന് എല്ലാവർക്കും കണക്കിന് ഭയങ്കര ഭയമാണ്. അയ്യോ അതെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളൊരു ഭയമാണ്. അപ്പോൾ ഇതിനേക്കാൾ ഈസി ആയിട്ട് വിതിൻ 5 സെക്കൻഡ്സിൽ 2 ഡിജിറ്റ് നമ്പേഴ്സിനെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം എന്നുള്ള ഷോർട്ട് ട്രിക്കാണ് ഇന്ന് നമ്മൾ പഠിപ്പിച്ചു തരുന്നത്. ഇനി ഒരാൾ പോലും കണക്കിൽ ചെയ്യാൻ സമയം കിട്ടിയില്ല അല്ലെങ്കിൽ ചെയ്യാൻ അറിയത്തില്ലായിരുന്നു എന്ന് പറയരുത്. കണക്ക് എല്ലാവരും പഠിക്കാനുള്ള ട്രിക്കാണ് ഇന്നിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. നമ്മൾ ആദ്യത്തെ പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത് 10ൻ്റെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 11 കൊണ്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഹൗ ടു മൾട്ടിപ്ലൈ എനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ഇൻ 11. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് 32 × 11. 32 × 11 എന്നുള്ളതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈസ് ഈക്വൽ ടു ഈ 3-നെ അതുപോലെ തന്നെ അവിടെ എഴുതുന്നു, ഈ 2-നെ ഒറ്റയുടെ സ്ഥാനത്ത് അവിടെ എഴുതുന്നു, ഈ നടുക്ക് വരേണ്ട ഫിഗർ നമ്മൾ ചെയ്യാൻ പോകുന്നു 5. ഇതാണ് ഇതിൻ്റെ ആൻസർ. കാൽക്കുലേറ്റർ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും അറിയാം. നമ്മൾ വിതിൻ 2 സെക്കൻഡിലാണ് നമ്മളിതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിച്ചത്? 32, 3-നെ ആസിറ്റീസ് നിർത്തി, 2-നെ ആസിറ്റീസ് നിർത്തി, പിന്നെന്ത് ചെയ്യുന്നത് 3 + 2. അപ്പോൾ എത്രയായി? 5. ദി ആൻസർ ഈസ് 352. ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഏത് ഡിജിറ്റ് വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. അടുത്ത എക്സാമ്പിൾ ഒരു എക്സാമ്പിളും കൂടി നമുക്ക് ചെയ്ത് നോക്കാം. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് 63 × 11. നമ്മുടെ മെത്തേഡ് അനുസരിച്ച് ചെയ്യാൻ പോവാണ്. 63 × 11 ആകുമ്പോൾ ഈസ് ഈക്വൽ ടു 6, 3, 6 + 3 എത്ര വരുന്നുണ്ട്? 9. 6, 9, 3. ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ നമുക്ക് വേറൊരു പെട്ടെന്ന് നമ്മൾ വിത്തിൻ സെക്കൻഡിൽ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ വരും? 52 × 11 സമം എത്രയാ? 5, ഇവിടെ 2, 5 + 2 7, 572. ദിസ് ഈസ് ദി ആൻസർ. ഇനി നമ്മൾ 2 അക്കത്തിനെയാണ് 11 കൊണ്ട് ചെയ്യാൻ പഠിച്ചത്. ഇനി 3 അക്കത്തിന് 11 കൊണ്ട് എങ്ങനെ ചെയ്യാം എളുപ്പത്തിൽ എന്നൊന്ന് നോക്കാം. ഇപ്പോൾ 3 അക്കമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 1, 2, 3 × 11. 1, 2, 3 × 11. ഇതിനെ നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. ഈസ് ഈക്വൽ ടു എന്താ നമ്മൾ പഠിച്ചിരിക്കുന്നത്? ആദ്യത്തേതിനെ ആസ് ഇറ്റ് ഈസ് എഴുതുക 3. പിന്നെ ചെയ്യാൻ പോകുന്നത് 3 + 2 എത്രയായി? 5. 2 + 1 എത്രയായി? 3. ഇവിടെ ഒരു 0 കൂടി ചേർത്ത് കൊടുക്കുക. 0 + 1 വരുമ്പോഴത്തേക്കിന് 1. ഇതാണ് എൻ്റെ ആൻസർ. ഇനി നമ്മൾ 4 അക്കത്തിലുള്ളതിലേക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. 4 അക്ക നമ്പറുകളിലേക്ക്. അപ്പോൾ അതിനെ ചെയ്യാൻ പോകുന്നത് നമ്മൾ 1, 2, 3, 4 ഡിജിറ്റ് നമ്പേഴ്സാണ് ഇൻറ്റു 11 ഇസ് ഈക്വൽ ടു നമ്മളെന്താ പറഞ്ഞത്? 4 ആസ് ഇറ്റ് ഈസ്, ദെൻ 4 + 3 7, 3 + 2 5, 2 + 1 3, 0, this 1. This is the answer.
അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒറ്റ മിനിറ്റ്. എങ്ങനെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്? ഒരു സംഖ്യ ഒഴികെ ഏറ്റവും ലാസ്റ്റിലത്തെ സംഖ്യ അതുപോലെ തന്നെ താഴേക്ക് ഇറക്കി വെക്കുക. തൊട്ടടുത്ത സംഖ്യ 10ൻ്റെ സ്ഥാനത്തെ സംഖ്യയായിട്ട് 1ൻ്റെ സ്ഥാനത്തെ സംഖ്യ പ്ലസ് ചെയ്യുക. പ്ലസ് ചെയ്ത് എത്ര കിട്ടുന്നു അത് എഴുതുക. അടുത്ത സംഖ്യയായിട്ട് അതിനെ പ്ലസ് ചെയ്യുക, അതെത്ര കിട്ടുന്നു അത് എഴുതുക. അടുത്ത സംഖ്യയായിട്ട് അതിനെ പ്ലസ് ചെയ്യുക, അതെത്ര കിട്ടുന്നു അത് എഴുതുക. ലാസ്റ്റിലത്തെ ഡിജിറ്റ് ആസ് ഇറ്റ് ഈസ് എടുത്തെഴുതുക. അപ്പോൾ ഇതിനകത്തിലൊരു സംശയം വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്തിൽ ശിഷ്ടം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. ഇത് തമ്മിൽ പരസ്പരം കൂട്ടി, ഇത് 3ഉം 2ഉം ആയതുകൊണ്ട് 5 എന്ന് വരുന്നു. അതേസമയം ഇത് 8ഉം 8ഉം ആണ് വരുന്നതെങ്കിൽ ശിഷ്ടം വരുമ്പോൾ എങ്ങനെ ചെയ്യും എന്നുള്ളത് നോക്കാം. ശിഷ്ടം വന്നാൽ എങ്ങനെ ചെയ്യേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വളരെ വലിയ ഒരു ഡിജിറ്റാണ് എടുത്തിരിക്കുന്നത്. അതിനെ എങ്ങനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിച്ചോണം, വളരെ വലിയൊരു ഡിജിറ്റാണ്. അപ്പോൾ ഇതിനെ ചെയ്യാൻ വേണ്ടിയിട്ട് വിത്തിൻ സെക്കൻഡിൽ ഞാൻ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഇതിൻ്റെ 9 ആസ് ഇറ്റ് ഈസ് 9നെ താത്തിറക്കി വെക്കുന്നു. പിന്നെന്താണ് പറയണ്ടേ? 9 അധികം 2, 9 അധികം 2 11. 11ന് 1, ശിഷ്ടം 1 വന്നു 9ൻ്റെ. അത് കഴിഞ്ഞ് 3ഉം 2ഉം 5, 5 ഇവിടെ എഴുതുന്നു. 4ഉം 3ഉം 7, 9ഉം 4ഉം 13, 13ന് 3, ശിഷ്ടം 1, 9 8ഉം 17, 17ന് 7, ശിഷ്ടം 1, 8ഉം 7ഉം 15, 15ന് 5, ശിഷ്ടം 1. ഈ 7നെ ആസ് ഇറ്റ് ഈസ് താത്തിറക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരും? 9 1 6 7 3 8 6 8. ദിസ് ഈസ് ദി ആൻസർ. അപ്പോൾ ഇത്രയും വലിയൊരു സംഖ്യ നമ്മൾ 11 കൊണ്ട് ഗുണിക്കുമ്പം പോലും നമുക്ക് വേണ്ടി വരുന്നത് 5 സെക്കൻഡിൽ താഴെയാണ്. അപ്പോൾ നമ്മൾ സ്കൂളിൽ, കോളേജിൽ, PSC പരീക്ഷയ്ക്ക്, SSCക്ക്, റെയിൽവേക്ക്, ബാങ്കിങ്ങിന് എല്ലാത്തിനും പോയി കഴിയുമ്പോഴത്തേക്കിനും എല്ലാവർക്കും ജനറൽ നോളജ് വളരെ കൃത്യമായിട്ട് അറിയാം. ഇംഗ്ലീഷ് വളരെ കൃത്യമായിട്ട് അറിയാം. കണക്കിൽ പെട്ടുപോയി എന്ന് പറയും. കാര്യം എന്താ? കണക്ക് ചെയ്യാൻ സുനിൽ പറയാം, അറിയാവുന്ന എനിക്ക് അറിയാവുന്ന കണക്കായിരുന്നു, ചെയ്യാൻ സമയം കിട്ടിയില്ല എന്ന് പറയും. അല്ലെങ്കിൽ പറയൂ കണക്ക് എനിക്ക് അറിയാൻ മേലാഞ്ഞത്. അപ്പോൾ ഇനി കണക്ക് അറിയാൻ മേലാഞ്ഞത് കൊണ്ട് ആരും ഒരു പരീക്ഷയിലും ഫെയിലായി എന്നുള്ള ഒരു പറയാൻ പാടില്ല. നമ്മുടെ കൂട്ടത്തിൽ പെട്ടിരിക്കുന്ന ആരും ഇനി കണക്കിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. കാര്യം കണക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാനുള്ള ട്രിക്കുകളാണ് നമ്മളിവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 11 വന്നു, ഇനി 12 ഉണ്ട്. 12 തൊട്ടിട്ട് 99 വരെയുള്ളതുണ്ട്. അത് കഴിഞ്ഞിട്ട് 3 ഡിജിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഡിവൈഡിങ് ഉണ്ട്, പിന്നെ സ്ക്വയർ ഉണ്ട്, സ്ക്വയർ റൂട്ട് ഉണ്ട്, ക്യൂബ് ഉണ്ട്, A² B² ഉണ്ട്, പിന്നെ എന്താ പറയുന്നത് ട്രെയിനിൻ്റെ ടൈം വെച്ചുണ്ട്, കലണ്ടർ കാൽക്കുലേഷൻ ഉണ്ട്. അങ്ങനെ എല്ലാ കാൽക്കുലേഷനും നമ്മുടെ ആൻസർ എല്ലാം വിത്തിൻ 5 സെക്കൻഡിൽ നമുക്ക് ബോർഡിൽ കിട്ടും. നമ്മൾ പറയും ഏതെടുത്താലും 10 രൂപ എന്ന് പറയുന്ന പോലെ നമ്മൾ ആ 10ഉം പറയുന്നില്ല, 5 സെക്കൻഡ് വിത്തിൻ 5 സെക്കൻഡിൽ ഏത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ബോർഡിൽ കിട്ടുന്ന ആ തിയറി, അതായത് ഇനി ആരും കണക്കിനെ പേടിക്കേണ്ടാത്ത ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ രീതികൾ ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. PSCയുടെ നോട്ടിഫിക്കേഷൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പുതിയ വേക്കൻസികളെക്കുറിച്ചുള്ള അറിവുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതെല്ലാം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ഉടൻ തന്നെ കഴിവതും നാളെ തന്നെ നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം എത്തുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.